പ്രൈവറ്റ് പാർട്ടിൽ എത്രത്തോളം ആഴമുണ്ട്, എങ്ങനെയുണ്ട് ഈ സാധനമൊക്കെ വരുമ്പോൾ എത്ര ആൾക്കാര് പ്രൈവറ്റ് പാർട്ട് കയറിയിട്ടുണ്ട്. ഇത് പച്ചക്കാണ് ഇടുന്നത്. ഇത് ഞാൻ പറയുമ്പോഴാണ് പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് ലയ അജീഷ്. ലയയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ലയയുടെ ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ലയയുടെ വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലയക്ക് ഒരുപാട് ബോഡി ഷേമിംഗ് ആയിട്ടുള്ള മോശം കമന്റുകൾ വരുന്നു. ഇതിനെതിരെ ലയ പ്രതികരിച്ചപ്പോഴത്തേനും അത് പല തരത്തിലുള്ള മോശം കമന്റുകൾ, വളരെ മോശമായ ത്രെട്ടുകളിലേക്കൊക്കെ ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ കമന്റ് ബോക്സുകൾ പോയി. അതിനെതിരെ ലയ ആഞ്ഞടിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. അപ്പോ ലയ കുറെ നാളുകൾ കൊണ്ട് പുള്ളിക്കാരിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, മോശം കമന്റുകൾ വരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ നടത്തി പുള്ളിക്കാരിയുടെ ഈ ഒരു വിഷയം മറ്റാരും അഡ്രസ്സ് ചെയ്യാത്തതിനെ തുടർന്ന് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ ഞാൻ വരാം. നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഒരു കോണ്ടന്റ് ആക്കാൻ തീരുമാനിച്ചതെന്നുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഞാൻ വരാം. ആദ്യം നമുക്ക് ലയ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ആദ്യം ലയയുടെ ഞാൻ കണ്ട വീഡിയോ. ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്മിന സാക്കിറിലല്ലോ ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ? എന്താ പ്രശ്നം? കുറെ ദിവസം ഒരു റിയാക്ഷൻ ബ്ലോഗർ എങ്കിലും എന്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചോ എന്നാണ് ലയ അതിനകത്ത് ചോദിച്ച ചോദ്യം. ലയ ഇത് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ലയക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഹായ് അയച്ചു. പുള്ളിക്കാരി അപ്പൊ തന്നെ ഹായ് റിപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ ബ്ലോഗറാണ്, പേര് ഇതെന്നാണ്, ഞാനപ്പോ ഈ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായിട്ടാണ്, വീഡിയോ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു മെസ്സേജ് ഇട്ടുന്നു. പുള്ളിക്കാരി യാതൊരു തരത്തിലും അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. പുള്ളിക്കാരി എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെയാണ് പറഞ്ഞത്, പക്ഷെ പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തില്ല. ഇത് നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള ദേവും മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ദേവിന്റെ ഹായ്ക്ക് അന്നേരത്തിന്റെ ഹായ് അയച്ചു, മറ്റ് മെസ്സേജ് പുള്ളിക്കാരി കണ്ടില്ല. ബാക്കിയാണ് നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രതികരിക്കാം. അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ. ഓക്കെ, ഈ സാധനത്തിലാണ് ഞാൻ ട്രിഗർ ആയത്. ഞാനപ്പോ ആ മെസ്സേജ് അയച്ചിട്ടും പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തില്ല. കാരണം പുള്ളിക്കാരി ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് റിപ്ലൈ കൊടുത്തു, പുള്ളിക്കാരി മറ്റ് പല പ്രമുഖ റിയാക്ഷൻ ബ്ലോഗേഴ്സിന് റിപ്ലൈ കൊടുത്തു. അപ്പൊ പുള്ളിക്കാരിയുടെ ലക്ഷ്യം റീച്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അവൻ മോശമായിട്ടുള്ള കമന്റ് ഇട്ടത് സമ്പൂർണ്ണമായിട്ടും തെറ്റാണ്. പക്ഷെ പുള്ളിക്കാരി ഒരു റിയാക്ഷൻ ബ്ലോഗർ പോലും എനിക്ക് അയച്ചില്ല, നിങ്ങൾ ഫസ്മിന ലല്ലു എന്ന് പറയുന്നു, നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരാൻ ബാധ്യസ്ഥമാണ്. ഈ ലയ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് റീച്ച് ഉള്ള ആളുകൾ എന്നെ റിയാക്ട് ചെയ്യണം, ഈ സാധനം പബ്ലിക്കിലേക്ക് എത്തണം, ഞാൻ ഭയങ്കരമായിട്ട് വിസിബിൾ ആകണം, ഇത് തന്നെയാണ് ലയ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനെ തുടർന്ന് ഞാൻ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തു. ആ വീഡിയോയുടെ താഴെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ആണ് യൂട്യൂബിലേക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഓക്കെ, ലയ ഇട്ട കമന്റ് എന്ന് പറഞ്ഞാൽ, ചേട്ടൻ വീഡിയോ ചെയ്തത് മാങ്ങ പറിക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ലയ ആ കമന്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. ഒരിക്കലുമല്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായ പ്രകാരം സോഷ്യൽ മീഡിയകളിൽ ആര് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടാലും അതിന്റെ പിന്നിലെ ലക്ഷ്യം റീച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ലയ ഇടുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന റീച്ച് ഇല്ലാത്ത ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും. പക്ഷെ ലയയുടെ ഒരു സംശയം, എനിക്ക് ലയയിൽ തോന്നിയ ഒരു മോശം സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ ബ്ലോഗർ പോലും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. റിയാക്ഷൻ ബ്ലോഗറൊക്കെ എവിടെ, നിങ്ങൾക്ക് റീച്ച് ഉള്ളത് മാത്രം മതിയോ എന്ന് ചോദിക്കുന്ന ലയ റീച്ച് ഉള്ള ആളുകൾക്ക് മാത്രം റിപ്ലൈ കൊടുക്കുകയും, റീച്ച് ഇല്ലാന്ന് അല്ലെങ്കിൽ ഫേസ് അത്രത്തോളം ലയയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ലയക്ക് വിസിബിൾ അല്ലാത്ത ആളുകൾക്ക് ലയ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ലയ ഈ കമന്റ് ഇട്ടതിന് ശേഷം ലയ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജസ് അയച്ചു. മെസ്സേജ് ഇട്ട് അയച്ചിട്ട് ലയ എന്തിനാണ് അത് പിന്നെ അൺസെൻഡ് ചെയ്ത് പറഞ്ഞത്? പുള്ളിക്കാരി തന്നെ അത് അൺസെൻഡ് ചെയ്ത് വേണം. ദേവ് പുള്ളിക്കാരിക്കെതിരെ വീഡിയോ ചെയ്തു, ഇതേ സാധനം തന്നെ. ഇതുപോലെ തന്നെ പുള്ളിക്കാരന് ഫീൽ ചെയ്തു, പുള്ളിക്കാരൻ മെസ്സേജ് ഇട്ട് റിപ്ലൈ കൊടുത്തില്ല. അത് കണ്ട ഉടനെ ദേവിന് പുള്ളിക്കാരി റിപ്ലൈ കൊടുത്തു, ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുത്തു. അപ്പൊ പുള്ളിക്കാരിക്കെതിരെ പ്രതികരിക്കുമ്പോൾ മാത്രം പുള്ളിക്കാരി പ്രൊവോക്ക് ആവുകയും, പുള്ളിക്കാരി അനുകൂലിച്ചെല്ലാവരും സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ഹെലൻ രണ്ടു വശവും കേട്ടിട്ടാണ് വീഡിയോ ചെയ്തത്. ഇതിന്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഈ ലയ കുറച്ച് നാളുകൾ കൊണ്ടേ, കൃത്യമായി പറഞ്ഞ 31 ആഴ്ചകൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ലയക്ക് കാലാകാലങ്ങളായിട്ട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. പുള്ളിക്കാരി അത്യാവശ്യം തടിച്ചിട്ടാണ്, തടിച്ചത് വെച്ചിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ള ഒരുപാട് കമന്റുകളാണ് പുള്ളിക്കാരിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോ അങ്ങനെയുള്ള കമന്റുകൾക്ക് പുള്ളിക്കാരി അന്ന് മുതലേ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളിക്കാരി എടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ, യദു എന്ന് പറയുന്ന ഒരുത്തൻ പുള്ളിക്കാരി ഇട്ട ഒരു വീഡിയോയുടെ താഴെ ഒരു ഇമോജി ഇട്ടു. ഇമോജി എന്ന് പറഞ്ഞാൽ നമ്മുടെ റാംബോയും നമ്മുടെ മമ്മുവും കൂടി ഇരിക്കുന്ന ഒരു 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 കളിയാക്കൽ ട്രോൾ സാധനം. അത് പുള്ളിക്കാരിക്ക് അത് ട്രോളായിട്ടോ കളിയാക്കലായിട്ടോ തോന്നിയില്ല, ബോഡി ഷെയ്മിങ് ആയിട്ടോ അല്ലെങ്കിൽ അശ്ലീലമായിട്ടൊരു പരാമർശമായിട്ടോ തോന്നി. പുള്ളിക്കാരി തീർച്ചയായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്തു. വളരെ നല്ല കാര്യം. യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഈ കമന്റ് ഇട്ട്. യദു ചെയ്തത് തെറ്റാണ്. യദുവിനെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. പുള്ളിക്കാരി ആ വള്ളിയിൽ കയറി അങ്ങോട്ട് പിടിച്ച് കുറെ നാൾ കൊണ്ട് നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് വീണ് കിട്ടിയ വള്ളിയിൽ പുള്ളിക്കാരി കയറി പിടിച്ചു. പുള്ളിക്കാരി പിടിച്ചതിന് ശേഷം പുള്ളിക്കാരി നിരന്തരമായിട്ട് അവനെ ഇതാക്കുന്നു, അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നിങ്ങൾക്ക് നീതിയാണ് ആവശ്യമെങ്കിൽ, ഈ സാധനത്തിനെതിരെ നിങ്ങൾക്ക് നീതിയാണ് ആവശ്യമെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇവര് കംപ്ലൈന്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ പ്രശ്നമായതിനു ശേഷം, ഇതിന് നിക്കക്കൾ ഇല്ലാതായതിനു ശേഷമാണ് ഇത് കംപ്ലൈന്റ് എന്ന സാധനത്തെ കുറിച്ചിട്ട് ആള് ചിന്തിക്കുന്നത് തന്നെ. അതുവരെ ആള് റീച്ച് എന്നൊരു സാധനം തന്നെയാണ് പ്രതീക്ഷിച്ചതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് ലയയുടെ കുറച്ച് വീഡിയോസ് കാണാം. ഈ 31 ആഴ്ചകൾക്ക് മുമ്പാണ് ലയ വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയത്. ഈ 31 ആഴ്ചകളിൽ ഒരു 10 ആഴ്ച കൊണ്ട് പുള്ളിക്കാരിയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. ഈ നെഗറ്റീവ് കമന്റുകൾ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല, മോശം ബോഡി ഷെയ്മിങ് കമന്റുകൾ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള സാധനമാണ്. അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ലയയുടെ വീഡിയോ കണ്ടിട്ട് വരാം. ആര് പറഞ്ഞാലും വിട്ടേക്കവൻ ക്ഷമ പറഞ്ഞില്ല. എന്ത് ക്ഷമ പറഞ്ഞു? എന്റെ അമ്മേനെ, എന്റെ അനിയത്തിക്ക് 16 വയസ്സുള്ളൂ. എന്റെ അനിയത്തിനെയാണ് അവൻ വൃത്തികെട്ട എന്തോ വലിച്ചു കയറുന്നേ പറഞ്ഞിട്ടില്ലേ? നിന്നെയാണ് ഞാൻ വലിച്ചു കയറാൻ പോകുന്നത്. നേരിട്ട് കണ്ട് നിന്റെ മുഖത്തൊരെണ്ണം തരാതെ. ഓക്കെ, അക്രമ ആഹ്വാനമാണ് ലയ ഇവിടെ നടത്തിയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ, ലയയുടെ കമന്റ് ബോക്സിൽ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു മോശം കമന്റ് ഇടുന്നു. ഇതിനെ ചൊല്ലി ഇവര് ഇൻബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വന്നു. ലയ അവന്റെ അമ്മയ്ക്ക് പറയുന്നു, അവന്റെ അമ്മയ്ക്ക് പറഞ്ഞതിനെ തുടർന്ന് അവൻ തിരിച്ചും പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മോശമായ രീതികളിൽ തെറിവിളികളോടെ സംസാരിക്കുന്നു. അതിനുശേഷം ലയ പുറത്തുവിടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവന്റെ വോയിസ് മാത്രം, അവൻ വിളിക്കുന്ന തെറി മാത്രം, ലയ വിളിക്കുന്ന തെറികളില്ല, അതെല്ലാം കട്ടാണ്. അവൻ വിളിക്കുന്ന തെറികൾ മാത്രം വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കും. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിനെ തുടർന്ന് അവൻ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ എന്തോ ആട്ടെ, ഇത് പലതരത്തിൽ റീച്ച് പോയി ആൾക്കാർ തിരിച്ചറിഞ്ഞു. അവൻ അതിനെതിരെ സോറി പറഞ്ഞു. അപ്പൊ ലയക്ക് ഇപ്പൊ സോറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലയയുടെ അക്കൗണ്ട് ഇന്നലെയോ അല്ല ഈ മോശം കമന്റുകൾ വരാൻ തുടങ്ങിയിട്ട്. ലയയുടെ കമന്റ് ബോക്സുകളിൽ കാലങ്ങൾ കൊണ്ടും നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്, മോശം കമന്റുകൾ വരുന്നുണ്ട്. ലയ പലതരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് യദുവിനെതിരെ മാത്രം താങ്കൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്നു? ബാക്കിയുള്ളവർക്കെതിരെ ഒന്നും എന്ത് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തെ? എന്തായാലും കൊള്ളാം. ലൈക്ക് ഏതായാലും അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് 8000 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പൊ ലൈക്ക് 12200 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ചാനലൊക്കെ വളരട്ടെ, വളരെ നല്ല കാര്യമാണ്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ കുറെ ന്യായീകരണങ്ങളുണ്ടല്ലോ, ഭയങ്കര ആഭാരം കേൾക്കാം. ക്ഷമിക്കത്തില്ല. ബാംഗ്ലൂരിലെ നീ ആ നാട്ടില് ഞാൻ കൊടുക്കാൻ പോവാണ്. ഇനി നിന്നെ ഇവിടെ എത്തിക്കാതെ ഇനി എനിക്ക് ഒരു വിശ്രമില്ലെന്ന് തന്നെ പറയാം. എനിക്ക് അത്രയ്ക്ക് സങ്കടമായിട്ട് ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാളാണ്. പക്ഷെ ഇത്രയും ഡൗണാക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈ പിഴച്ച കമന്റ്സ് തന്നെ പറയാം. ഓക്കെ, യദുവിന്റെ പിഴച്ച കമന്റ്സ് കാരണം ലയ ഭയങ്കര പ്രശ്നത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ നമുക്ക് കാലാകാലങ്ങളായിട്ട് മോശം കമന്റുകൾ വരുമ്പോഴത്തേനും നമുക്ക് നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം തിരുത്താൻ പറ്റില്ല. അതിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക, അതിനെതിരെ ലീഗലി മൂവ് ചെയ്യുക, നിങ്ങൾക്കെതിരെ വരുന്ന കമന്റുകൾക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുപ്പിക്കുക, അവന്മാരെ നിയമപരമായി കൂട്ടുക. ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കമന്റുകൾ നോക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾ, മോശം കമന്റുകൾ വരാറുണ്ട്. എന്റെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ ഏതോ ഒരു നാറ് വന്ന് പൂത്ത കമന്റുകൾ ഇട്ടു. ഞാൻ അവന് ഇൻബോക്സിൽ പോയിട്ട് ഞാൻ നല്ലത് തിരിച്ചും കൊടുത്തു. ഇനി അവൻ അയച്ചു കഴിഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നീ ദൗബുരുണ്ട് കേൾക്കുക, ദൗബുരുണ്ട് റിപ്ലൈ വരിക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. എല്ലാത്തിനും പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതൊരിക്കലും നല്ല പ്രവണതയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ മോശം കമന്റുകൾ ഇടുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവഹേളിച്ചുള്ള കമന്റുകൾ ഇടുന്നതോ നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾ തടിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, അയാളുടെ സൗന്ദര്യവും എല്ലാം അയാളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ മോശം കമന്റ് ഇടുന്നതിനോട് ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ യദുവിനെ ന്യായീകരിക്കത്തില്ല. ഈ സാധനം ഞാൻ യദുവിനോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നീ ചെയ്ത സാധനത്തിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല, നീ ചെയ്ത മോശമായിട്ടുള്ള സാധനമാണ്. പക്ഷെ അവൻ ചെയ്തതിൽ ഒരു നല്ല കാര്യം, അവനത് ഏറ്റെടുത്ത് അവനത് മാപ്പ് പറയാൻ തയ്യാറായി. പക്ഷെ പുള്ളിക്കാരി മാപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, കേസ് പോകാൻ തയ്യാറല്ല. അവന്റെ ക്ഷമാ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ജാങ്കോ സ്പേസ്, എന്തരാണ്ടൊരു വേൾഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂ എടുക്കുന്നതും പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. ഇന്നത്തെ യാതൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ.
സോഷ്യൽ മീഡിയയിലുള്ള ഒരു റിയാക്ഷൻ ബ്ലോഗറും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുകയും മെസ്സേജ് അയച്ച് ചോദിച്ചില്ല എന്ന് പറയുകയും നമ്മൾ ചോദിച്ചപ്പോൾ അതിന് വരും ബഹുബഹു വിലയാണ് പുള്ളിക്കാർ തന്നത്. അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു സാധനം. പിന്നെ ഈ ഒരു പ്രശ്നം എങ്ങനെ ഊതി പെരുപ്പിക്കാവുന്ന പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ചിലപ്പോൾ തോന്നുന്നില്ല, തോന്നിയിട്ടുണ്ടാവണമെന്നില്ല. ഇനി ഈ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കഴിവുണ്ട്, അത് എല്ലാ പെൺകുട്ടികളും ഇല്ല, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികൾക്ക്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ലേയുടെ കുറച്ച് പഴയ വീഡിയോസിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കുറച്ച് നമ്മൾ പറഞ്ഞ 31 ആഴ്ച മുമ്പ് തൊട്ട വീഡിയോ ഇടുന്നത്, നമുക്ക് കുറച്ച് പഴയ വീഡിയോകളിൽ തിരിഞ്ഞു നോക്കി നോക്കാം. അവനെ എനിക്ക് തരാമായിരുന്നില്ലേ, കരയുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ചില പെൺകുട്ടികളുടെ ഒരു പ്രത്യേക കഴിവ്, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ചില പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടും തൊട്ട് ലിപ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അല്ല പുട്ടിയൊക്കെ അടിച്ചിട്ടിരുന്ന് കരയാനുള്ള ഒരു പ്രത്യേക കഴിവ് സോഷ്യൽ മീഡിയയിലെ ചില പെൺകുട്ടികൾക്കുണ്ട്. ഇത് നമ്മുടെ അപ്പൂസും ഫസ്മിന സാക്കിറുമാണ് ഈ ഒരു കലാരൂപത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞാൽ. ഈ സാധനം പല ആൾക്കാരും ഏറ്റെടുത്ത് ഇങ്ങനെ ട്രെൻഡിങ് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പെണ്ണിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ വന്നു കഴിഞ്ഞാൽ അത് തുടയ്ക്കാൻ 1000 കരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലയ പയറ്റുന്ന ഒരു സ്ട്രാറ്റജി അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലയ എല്ലായിടത്തും ഒന്ന് വിഷമം പറയുന്നു, എന്റെ ജോലി സെറ്റ് ആയിട്ടില്ല, ഞാൻ ക്രെഡിറ്റ് കാർഡിൽ SBI യുടെ ക്രെഡിറ്റ് കാർഡിൽ പോയി അവിടെ ഇരുന്നപ്പോ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നപ്പോ ക്ലാസ് ഇരുന്ന് തിരിച്ച് അവന്റെ തന്തയ്ക്ക് വിളിച്ച്, ആ തന്തയ്ക്ക് വിളിച്ചപ്പോഴത്തേനും ആ ജോലി ഇന്ന് അവര് പറഞ്ഞു വിട്ടു. അപ്പൊ അതങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. SBI യുടെ ക്രെഡിറ്റ് കാർഡിൽ 4 വർഷം വർക്ക് ചെയ്തവനാണ് ഞാൻ. SBI യുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റാഫ് വളരെ പൊളൈറ്റ് ആയിട്ട് വേണം സ്റ്റാഫിനോട് മറ്റേ കസ്റ്റമേഴ്സിനോടൊക്കെ ബിഹേവ് ചെയ്യാൻ. അങ്ങനെ ഒരാള് ക്ലാസ് ഇരുന്ന് നിങ്ങൾക്കത് അത്രയും പോലും സഹിഷ്ണുതയില്ല, ക്ഷമയില്ല. നിങ്ങൾ അവിടെ നിന്ന് ക്ലാസ് റൂമിൽ നിന്ന് ട്രെയിനിങ് റൂമിൽ ഇരുന്ന് കമന്റ് കേട്ടിട്ട് അതിന് തിരിച്ച് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടത്തില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പോലും ജോലിയില്ല. ഇപ്പൊ ഞാൻ ജോലി പോലും കളഞ്ഞിട്ട് ഈ കേസിന്റെ പുറകെ പോവാണ്. എന്റെ അമ്മ അങ്ങനെ നോക്കി, എന്റെ പെങ്ങൾ ഇങ്ങനെ നോക്കി, എന്റെ അനിയത്തി അങ്ങനെ നോക്കി, ഞാൻ എന്ത് ചെയ്തു, അവിടെ അങ്ങനെ കേറ്റണം എന്നാണ്. ഇങ്ങനെ ഒത്തിരി സാഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പുള്ളിക്കാർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആൾക്കാരിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാര്യമാണ്. അത് നിങ്ങളുടെ ടാലന്റ് ആണ്. നിങ്ങൾ അങ്ങനെ ഒരു ആൾക്കാരായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാലന്റ് ആണ്. ഇല്ലതൊന്നും ഞാൻ പറയുന്നില്ല. ബോക്സിൽ വളരെ നല്ല കമന്റ്സുകൾ ഞാൻ കാണുന്നത് കൊണ്ട് തന്നെ പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അണ്ണാക്ക് കുത്തുമ്പോൾ പ്രതികരിക്കാതിരുന്ന മോശമല്ല. ഇരുത്തം ചെയ്യുന്ന പരിപാടിയാണെങ്കിലും 10 തന്തയ്ക്കാണ് നീ ഉണ്ടായതെന്ന് നീ ആലോചിക്കണം. പിന്നെ കമ്പിപ്പാര വെച്ചിട്ട് നീ എന്തോ ഉണ്ടാക്കും. ഇതാണ് ആ പറഞ്ഞ കമന്റ് ബോക്സുകളിലെ കമന്റുകൾ. നിന്റെ ഈ കമന്റുകളൊക്കെയാണ് പുള്ളിക്കാരുടെ കമന്റ് ബോക്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ ഇട്ട കമന്റ് അല്ല, മാസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാർക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ടുള്ള കമന്റ് ആണ്. ഇത് ഇങ്ങനെ കമന്റ് ഇടുന്നതും വരെ തീർച്ചയായിട്ടും താങ്കൾ സെക്ഷൽ അബ്യൂസിന് കേസ് കൊടുത്ത് അവനെതിരെ സൈബർ സെല്ലിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മതി. സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി. ഇവന്റെ കാര്യത്തിൽ തീരുമാനമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ഒരുത്തൻ തെറി വിളിക്കുമ്പോൾ തിരിച്ചു തെറി വിളിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരുത്തൻ മോശം പറഞ്ഞു, ഞാൻ തിരിച്ച് തെറി വിളിച്ചു, അത് ആ പരിപാടി അവിടെ തീർന്ന്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഇത് കിട്ടിയ വള്ളി, എനിക്ക് കിട്ടിയ അപ്പിടിവള്ളി എന്ന് പറഞ്ഞ് പിടിച്ച് കയറുമല്ലോ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മോശം കമന്റുകൾ വരുമ്പോൾ ആരായാലും പ്രതികരിക്കുക. ഇന്നത്തെ കാലത്ത് തലതെറിച്ച കുറെ വിത്തുകളുണ്ട്. ഇവന്മാർക്ക് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നവർക്ക് ഫോൺ കിട്ടുമ്പോഴത്തേനും ഫോൺ എടുത്ത് ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേനും ആ സ്ത്രീയെ ഒരു മോശം വസ്തുവായിട്ട് മാത്രം ചിത്രീകരിച്ച് മോശം കമന്റ് ഇടുന്ന കാര്യം ഒരുപാടുണ്ട്. ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞ് ചത്തുപോട്ടെ എന്ന് പറഞ്ഞൊക്കെ കമന്റ് ഇടുകയും അതിനെതിരെ ഐ ആം സൂപ്പർ ഹീറോ പോലീസിൽ സൈബറിൽ പോവുകയും അവനെ പൊക്കുകയും ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനാണ് ഇമാതിരി ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെയൊക്കെ നിയമപരമായിട്ട് കോർണർ ചെയ്യാൻ പറ്റും, കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക. അപ്പൊ ഈ കമന്റ് ഇപ്പൊ ഇട്ടതല്ല, യദുവിന്റെ വള്ളിയിൽ കയറി പിടിച്ച, അതായത് പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചൊറിയായി, യദു ആ വരച്ച വരയിൽ പോയി വീണതാണ് എന്ന് പറഞ്ഞ് യദു ചെയ്ത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന നെഗറ്റീവ് കമന്റ് ആണ്, വാക്കിയേക്കാം. പറഞ്ഞായിരുന്നു കമ്പിപ്പാര പോയിട്ട് ഇരുമ്പ് കഷ്ണം പിടിച്ചിട്ട് എന്റെ മുന്നിൽ വരാനുള്ള ഉറപ്പ് പോലും നിനക്കില്ല. താഴേക്ക് 40 വട്ടം നീ തടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ആ തടിച്ചിന്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാണ്ടല്ലോ വണ്ണോ നീളമൊക്കെ ഉള്ള ഈ തടിച്ചി എന്ന് പറയുന്ന അങ്ങനെ ബോഡി ഷേമിങ്ങിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത, ഞാൻ അത്യാവശ്യം തടിച്ചിട്ട ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ആ വിളിയുടെ ഒക്കെ ബുദ്ധിമുട്ട് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഈ കമന്റ് ബോക്സിലെ കമന്റുകളുടെ പുറകെ പോകുമ്പോഴത്തേക്കും പലർക്കും പലതാണ് കണ്ടന്റ്. എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് കണ്ടന്റ്, ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് കണ്ടന്റ്, ചില ആൾക്കാർക്ക് കമന്റ് റിയാക്ട് ചെയ്യുന്നതാണ് കണ്ടന്റ്, ചില ആൾക്കാർക്ക് ചീത്ത വിളിക്കുന്നതാണ് കണ്ടന്റ്, ചില ആൾക്കാർക്ക് കോമഡിയാണ് കണ്ടന്റ്. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷെ അത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഒന്നെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഇല്ലെങ്കിൽ അവന് പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കുക. ഇത് രണ്ടുമല്ല, എനിക്ക് സോഷ്യൽ മീഡിയ സ്റ്റോറി ഇടണം. ഈ കൊച്ചു കുറെ സ്റ്റോറി അങ്ങോട്ട്, ആ ചെറുക്കൻ കുറെ സ്റ്റോറി ഇങ്ങോട്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റോറി ഇടുക.
നിങ്ങൾ പേഴ്സണൽ മെസ്സേജിലൂടെ ഒരു സാധനം മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ലയുടെ മറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുട്ടിയില്ല, ഇൻബോക്സിലായിക്കോട്ടെ റിയാക്ഷൻ വീഡിയോസിന്റെ ഫാൻസ് ആണ് ഇപ്പൊ കൂടുതൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി മുതൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്, അത് ഞാൻ നോക്കിയിരുന്നത് ഞാൻ ചെയ്യില്ല. എന്റെ വരുന്ന വളരെ മോശമായ കമന്റുകൾ മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യാറ്. പിന്നെ എന്നെ വന്ന് ചോറിയുമ്പോൾ തിരിച്ച് മാന്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. ഒരു കമന്റ് 2 കമന്റ് ഒക്കെ ഞാൻ ക്ഷമിച്ചു വിടും, പിന്നെ വന്ന് ചോറിയുമ്പോൾ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന മറ്റൊരു റിയാക്ഷൻ ആണ് പുള്ളിക്കാരിയുടെ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചിട്ട്. മറ്റൊരെണ്ണം ഞാൻ കാണിച്ചത് നമ്പർ 1 കഴിവേറിയ ഈ ഒരു സാമാനമാണ് അവൻ ഇട്ടിട്ടുള്ള ഇതെന്ന് പറഞ്ഞ ഏതാ ജിഫ് എന്ന് പറഞ്ഞ ഈ ജിഫിനെ ചൊല്ലിയാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. നമ്പർ 1 കഴിവേറിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ സ്റ്റേജിൽ പുതിയതായ ഒരാൾ വരാൻ പോവാണ്. ഇതാണ് ആ ചേട്ടന്റെ അക്കൗണ്ട്. ജാൻമണി പറഞ്ഞ പോലെ ചേട്ടന് നല്ല കറുപ്പാന്നല്ല, ചേട്ടന് നല്ല കഴപ്പാണ്. കഴപ്പനായ ഏതു ചേട്ടന്റെ പ്രൊഫൈൽ ആദ്യം കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മുഖം കാണിച്ചുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഇതാണ് യദുവിനെ എക്സ്പോസ് ചെയ്ത് തുടങ്ങിയ സാധനം. ഈ വള്ളി പിടിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി ചെയ്തും മഞ്ച് ചെയ്തും. അവൻ പറയുന്നത് യദുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യദു പറയുന്നത് ഒരു തമാശ രീതിയിലാണ് ഞാൻ ചെയ്തതെന്ന്. പക്ഷെ അത് ഈ ലൈക്ക് അത് തമാശയായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ അത് ഒഫ്കോഴ്സ് തമാശ അല്ലത്, അതൊരു മോശം കമന്റ് ആയിട്ട് തന്നെ അത് ഫീൽ ആകത്തുള്ളൂ. ഞാൻ യദുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് യദുവിനെ ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. യദുവിന്റെ സൈഡിൽ എനിക്ക് തോന്നിയൊരു പോസിറ്റീവ്, അവൻ ക്ഷമ പറഞ്ഞ വിഷയം തീർക്കാൻ ശ്രമിച്ചു. ഇനി മറ്റൊരാളിലേക്ക് ഇങ്ങനത്തെ ഒരു കമന്റ് ഇടാതിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലത്. ഇപ്പൊ ഇവർ രണ്ടുപേരും ലീഗലി പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റോറി ഇട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് അടുത്താണ് ഇത് പുള്ളിക്കാരിയുടെ ചാനലില് 10 ആഴ്ചകൾക്ക് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. 10 വീക്സിന് മുമ്പ് കാണാം. ഈ സാധനമാണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രോമ വന്നിട്ടുള്ളത്. ബോഡി ഷെയിം ചെയ്യുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടോന്ന്. ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? മനുഷ്യനല്ലേ പിള്ളേ, വിഷമം തോന്നാണ്ടിരിക്കും. ആന, ഹിപ്പോപ്പൊട്ടാമസ്, കാണ്ടാമൃഗം തുടങ്ങി കരടി വരെ. ഇതൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന പേര്. ഓക്കെ, ഇതൊക്കെയാണ് പുള്ളിക്കാരിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര്. പുള്ളിക്കാരിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കാലകാലങ്ങളായിട്ട് വരുന്നുണ്ട്. അതിനെതിരെ എല്ലാം പുള്ളിക്കാരി ആഞ്ഞടിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഒരു സാധനം ട്രിഗർ ആവുന്നു. ഈ ട്രിഗർ ആകുന്നതിനെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വീണ്ടും ട്രിഗർ ആക്കിക്കൊണ്ടേയിരിക്കാം. പുള്ളിക്കാരി ഇത് അടുത്ത കണ്ടന്റ് ആക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അതൊക്കെ പുള്ളിക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത സാധനം, ലേ എനിക്ക് അയച്ച മെസ്സേജ് എന്തിനാണ് ലേ അൺസെൻഡ് ചെയ്തത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ചീത്തവിളിയാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. എന്റെ മെസ്സേജ് കാണാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാനും അതിന് ഇച്ചിരി ലേറ്റ് ആയിട്ട് കാണാമെന്ന് ചോദിച്ചു. ലേറ്റ് ആയിട്ട് ഞാൻ കയറി നോക്കിയപ്പോൾ കമന്റ് വാനിഷിംഗ് ദ ബ്യൂട്ടി, മജീഷ്യൻ പോലും ഇമാതിരി മാതൃകം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. ഇത് മാത്രമല്ല, ലയ ദേവിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. അതേ വീഡിയോ ലയ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്കകത്ത് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരി പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത്. ലയ ഇട്ട് കൊടുത്ത ആ സാധനം ആ ഒരു ഇതിനകത്ത് ലയ തന്നെ നോക്കൂ. ലയക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് 5 മെസ്സേജിന് ശേഷം ഒരു മെസ്സേജിന് ലെയർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. 10 മെസ്സേജിന് ശേഷം ഒരു 3 മെസ്സേജിന് ലെയർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റൻഷനലി താങ്കൾ ചെയ്യാത്തതാണ്. താങ്കൾക്ക് അപ്പൊ എല്ലാ മെസ്സേജും താങ്കൾ കാണുന്നുണ്ട്. താങ്കൾക്ക് വേണ്ടുന്ന സാധനങ്ങൾക്ക് മാത്രം താങ്കൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതും താങ്കളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെയും താങ്കൾ വ്യക്തിപരമായിട്ട് ഒരാൾ പോലും എന്നോട് ചോദിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചോദിക്കുമ്പോൾ താങ്കൾ അഡ്രസ് ചെയ്യാൻ താങ്കൾ അത് താങ്കൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ താങ്കൾ പറയണമായിരുന്നു, റീച്ചുള്ള ഹെലനോസ്പെർട്ടിക്കും റീച്ചുള്ള അവനും റീച്ചുള്ള ഇവനും ഞാൻ മെസ്സേജ് അയച്ചു, അവനും ഇവനും ഒന്നും എനിക്ക് മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ടിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ എനിക്ക് കൺവിൻസിങ് ആയിരുന്നു. എന്തായാലും കൊള്ളാം. എനിക്ക് ഇപ്പോഴും പ്യുവർലി ലേയുടെ റീച്ച് ഉണ്ടാക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്ക് ലേയുടെ ഒരു കരച്ചിൽ വീഡിയോ കൂടെ കണ്ടിട്ട് പരിപാടി ആക്കാം. നീ വിത്ത് ഹിം. ഇത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കരയുന്നതിന് ഞാൻ തെറ്റു പറയുന്നില്ലേ, അതും നല്ല കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഞാനും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എങ്ങനെ റീച്ച് ഉണ്ടാകണം എന്നിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ ഞാൻ പറഞ്ഞില്ല, ഉപജ്ഞാതാവ് ഫസ്മിന സക്കീർ ആണെന്ന് തോന്നുന്നു. അത് പാലെ പിടിച്ച് ഒത്തിരി പേര് കയറുന്നുണ്ട്. ഇപ്പൊ പുള്ളിക്കാരി ഓടി നടന്ന് ഇന്റർവ്യൂവിനകത്തൊക്കെ ഇതേ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും യദുവിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് സപ്പോർട്ടുകളൊക്കെ വരുമെന്നുള്ളത് ചിന്തിക്കുക. ലയെ എതിർത്ത് പറയുമ്പോൾ ലയ ആയിട്ട് കാര്യമൊന്നുമില്ല. ലയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ലയ സന്തോഷിക്കുന്ന പോലെ തന്നെ എതിർക്കുമ്പോൾ അത് ആ സാധനത്തിനകത്തുള്ള ഫാക്ടർ കൂടെ ലയ അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തരാവണം. അല്ലാതെ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ ഇത് പക്ക റീച്ച് ഉണ്ടാക്കുന്ന സാധനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവന്മാരിട്ട കമന്റുകൾ തെറ്റാണ്, അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ വേണം. ഇല്ലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു റീച്ചിന് വേണ്ടി ഒത്തിരി പെടാപ്പാട് വിടുന്നവർ എനിക്ക് തോന്നി. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ സോൾവ് ചെയ്യുന്ന ഒരു വഴിയുള്ളപ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വഴിയുള്ളപ്പോൾ അത് ചെയ്യുക. ഇപ്പോ ബോട്ട് കമന്റ് ഇടുന്നത് യദുവാണ്, അവനാണ് ഇടുന്നത്, അവനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ എല്ലാ സാധനം അവന്റെ പടലിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവനല്ലെന്ന് അവനാണായിട്ട് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. അതിൽ നിങ്ങൾ നിയമപരമായിട്ട് പോവുക. ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സിനെല്ലാം ഷട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ്